അൽഹംദുലില്ലാ, ഇന്ന് ഹൈസിൻ്റെ 5th ബർത്ത്ഡേ ആണ്. അപ്പോൾ ജുമേറയിൽ കേക്ക് കട്ടിങ്ങിന് പോകാനുള്ള ചെറിയൊരു തയ്യാറെടുപ്പിലാണ് ഹൈസീൻ. ജുമേറയിലെ സിറ്റിയിൽ വാക്കിൽ നമ്മൊരു കഫേയിൽ ഒരു ബുക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, ഈവനിങ്ങിൽ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെയാണ് നമ്മുടെ ഹൈസുവിൻ്റെ ചെറിയ രീതിയിലുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ. ഹൈസ് വളരെ എക്സൈറ്റഡ് ആണ്. പുതിയ ഡ്രസ്സ് എല്ലാം ഇട്ട് കേക്ക് കട്ടിങ് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. അവിടേക്കുള്ള ഒരു യാത്ര വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള നല്ലൊരു തീമായിരുന്നു നമ്മളുടെ ഇന്ന്. അപ്പം എല്ലാവരും ഏകദേശം ഒരു പിങ്ക് മെറൂൺ ആ ഒരു ടച്ചിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ കോസ്റ്റ്യൂം എല്ലാം അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മളത് പ്രത്യേകം ചെയ്യിച്ചതായിരുന്നു. അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂമാണ് നമ്മെ ഇന്ന് വെയർ ചെയ്തിരുന്നത്. ഹൈസിന് അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ആളുടെ നെക്സ്റ്റ് ഇരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവരോട് പറഞ്ഞു കേക്ക് കുറച്ച് ലൈറ്റായിട്ട് എടുത്താൽ മതി, ഞങ്ങൾക്ക് അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ ആൾക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആൾക്ക് വന്നപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. നമ്മൾ അതിന് മുമ്പായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ അവിടെ നിന്ന് കവർ ചെയ്തു. നല്ലൊരു ആംബിയൻസും അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒരു കേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യൽ കേക്കായിരുന്നു ഹൈസിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് കട്ടിങ് ചെറിയൊരു രീതിയിലായിരുന്നു, പക്ഷെ സ്പെഷ്യൽ കേക്കായിരുന്നത്. ഹൈസിന് അവരുടെ ഹാപ്പി ബർത്ത്ഡേ വിഷസ് ആയിട്ട് വന്നപ്പോൾ ഹൈസ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അതിന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു ബർത്ത്ഡേ വിഷസ്. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം. അവരെല്ലാം വന്ന് ബർത്ത്ഡേ വിഷ് ചെയ്ത് ഹൈസിൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. അവരെ ഹെൽപ്പ് ചെയ്തു, കേക്ക് കട്ടിങ്ങിനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തു. ഹൈസ് ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ കേക്ക് സെലിബ്രേഷൻ ഫസ്റ്റ് ടൈം ആയിരുന്നു. നമുക്ക് ലാസ്റ്റ് ടൈം 1st, 2nd, 3rd, 4th എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5th ബർത്ത്ഡേ ആണ് നമ്മൾ ഔട്ട് സൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്പെഷ്യൽ വെറൈറ്റി കേക്ക് ആയിരുന്നു. അത്യാവശ്യം നല്ല തിക്കിലുള്ള നല്ല ക്വാണ്ടിറ്റിയുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു. അത് ഏകദേശം കഴിച്ചപ്പോൾ തന്നെ എല്ലാവരും വയറും ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ വയറൊക്കെ ഫുള്ളായതിനു ശേഷം അവനക്ക് പ്ലേയിങ് ആയിരുന്നു ഫുൾ. അവിടെ ടെഡ്ഡി ബിയേഴ്സ് 4 അതിനായിട്ടുള്ള കുത്തിമറിച്ചിലായിരുന്നു. അതിന് ശേഷം അവൻ ഫുൾ ടൈം കേക്ക് കട്ടിങ്ങും ആളുടെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകാനുള്ളതായിരുന്നു നെക്സ്റ്റ് പ്ലാൻ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ അവിടെ ആരോ ഒരാൾ ബലൂൺസൊക്കെ സെയിൽ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബലൂൺ വേണമെന്ന് പറഞ്ഞു ഒരു ബോൾ വാങ്ങിക്കൊടുത്തു. അതിന് ശേഷം ഞങ്ങൾ അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഹൈസുവിൻ്റെ വക കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ വൈഫ് ഹിബയുടെ കുറച്ച് വാക്കിംഗ് സ്റ്റൈൽസ് എല്ലാം ഞാൻ അതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ഫൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം എൻ്റെ പ്ലേയിങ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എക്സ്കലേറ്റർ വഴി ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഫുഡിങ് ആണ്. കേക്ക് കഴിച്ച് വയറ് ഫുള്ളായിട്ടുണ്ടെങ്കിലും മന്തി കഴിക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങൾ എംപ്റ്റി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മന്തി റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി മന്തി എല്ലാം ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അകത്താക്കിയിട്ട് ഇങ്ങനെ 2-3 വെറൈറ്റി മദ്ഹബി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അത്യാവശ്യം വയറിറച്ച് കയറ്റി.
പിന്നെ ഹൈസിൻ്റെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ നല്ല ഹെവി വോളിയത്തിൽ സോങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചായിരുന്നു ഹൈസിൻ്റെ ഡാൻസ് സ്റ്റെപ്സൊക്കെ. അത്യാവശ്യം കളിക്കും ഹൈസു. ഒരു ചെറിയൊരു ഡാൻസറാണ്. ഹൈസിൻ്റെ വക കുറച്ച് സ്റ്റെപ്സാണ് എടുത്തത്. ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 11:30 ആയിട്ടുണ്ടായിരുന്നു. നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്നെല്ലാം അവിടെ നിന്ന് ഇറങ്ങി. ഇനി അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ഡ്യൂട്ടിക്കുള്ളത് ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ഈ ഡാൻസോട് കൂടി ഞങ്ങളുടെ വീഡിയോ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴും ഹൈസ് നല്ല ത്രില്ലായിരുന്നു. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആൾ നല്ല മൂഡിലായത് കൊണ്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.